നിപ ബാധയെ തുടർന്നുണ്ടായ മസ്തിഷ്ക ജ്വരം മൂർച്ഛിച്ച് 2 വർഷമായി കോമ സ്റ്റേജിലായിരുന്ന നഴ്സ് ആശുപത്രി വിട്ടു. കോഴിക്കോട് ഇക്ര ആശുപത്രിയിലെ നഴ്സായിരുന്ന മംഗളൂരു സ്വദേശി ടിറ്റോയുടെ തുടർ ചികിത്സയും ഇക്ര തന്നെയാണ് വഹിക്കുന്നത്. നിപ രോഗിയെ പരിചരിച്ചതിലൂടെയാണ് ടിറ്റോയ്ക്ക് രോഗം ബാധിച്ചത്. ചലനമറ്റ ശരീരത്തിനകത്തെ ഊർജം നഷ്ടപ്പെടാത്ത മനസ്സിൽ ടിറ്റോയ്ക്ക് സ്വപ്നങ്ങളുണ്ട്. വീണ്ടും നടക്കാനും നഴ്സായി പ്രവർത്തിക്കാനും ആഗ്രഹവുമുണ്ട്. 2 വർഷത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ആശുപത്രിക്ക് സമീപത്തെ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ടിറ്റോയുടെ മനസ്സിൽ ആ സ്വപ്നമാകും വളർന്നുകൊണ്ടിരിക്കുന്നത്. 2023 ഡിസംബറിൽ കോമ സ്റ്റേജിലായ ടിറ്റോ 2 വർഷമായി ഇക്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്നും ഇക്ര തന്നെയാകും ടിറ്റോയുടെ ചികിത്സ നടത്തുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവന് കുറച്ച് കണ്ണ് തുറന്ന് നോക്കുകയും പിന്നെ ചെറിയ രീതിയിലുള്ള പ്രതികരണ ശേഷികൾ വന്നിട്ടുണ്ട്. ഒരുപാട് മരുന്നുകൾ വേണ്ടി വരുന്നുണ്ട്. ചില അപസ്മാരങ്ങൾ, അതുപോലെ മൂവ്മെന്റ് ഡിസോർഡർ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂർണ്ണ ബോധാവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ടുള്ള കിടപ്പിലായ ഒരു രോഗിയുടെ വിഷമങ്ങളെല്ലാം അവനുണ്ട്. 2023 ഓഗസ്റ്റിൽ പനി ബാധിച്ചെത്തിയ മരുതോങ്കര സ്വദേശിയെ പരിചരിച്ചത് ടിറ്റോയായിരുന്നു. മരണശേഷം രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. പിന്നാലെ ടിറ്റോയും രോഗബാധിതനായി. ലേറ്റ് ഓൺസെറ്റ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്ന കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നീട് ഈ വൈറസ് ബാധ തലച്ചോറിന് വരുന്ന അസുഖമാണ് അവൻ വന്നത്. അത് പക്ഷെ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി. അപസ്മാരം തുടർച്ചയായിട്ട് ഉണ്ടാവുകയും കുറെ മാസങ്ങളോളം കോമയിൽ കിടക്കുന്ന അവസ്ഥയായിരുന്നു. കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയും ചേട്ടനും ജോലി ഉപേക്ഷിച്ചാണ് ടിറ്റോയ്ക്കൊപ്പം നിൽക്കുന്നത്. ചികിത്സയ്ക്കായി ഇതിനകം 80 ലക്ഷം രൂപയിലധികം ആശുപത്രി അധികൃതർ ചെലവഴിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപയോളം കുടുംബത്തിന് അനുവദിച്ചിരുന്നു. ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ടിറ്റോയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. മംഗളൂരുവിലെ മലയാളി കുടുംബാംഗമായ ടിറ്റോ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇക്രയിലാണ് ജോലിക്ക് കയറിയത്. മീഡിയ 1 കോഴിക്കോട്.